ഹായ് ഹലോ, ഞാനിത് വന്നിരിക്കുന്നത് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൊഞ്ച് കറിയുടെ റെസിപ്പി പറയാനാണ്. അപ്പോൾ ഞാൻ അരക്കിലോ കൊഞ്ചാണ് എടുത്തിരിക്കുന്നത്. വലിയ കൊഞ്ചായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു ചെറിയ അളവിന് മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിൻ്റെ ആവശ്യത്തിന് മുളക് പൊടി 1-1.5 അങ്ങനെ ചേർക്കാം. പിന്നെ ചിക്കൻ മസാലപ്പൊടി അതൊരു 1.5-2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ വരട്ടി വെച്ചതിന് ശേഷം ഞാനത് വേവാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തു. എന്നിട്ട് അത് വെന്ത് വരുമ്പോഴത്തേന് വെള്ളം വറ്റി നല്ല ആ മസാലയൊക്കെ കൂടെ പിന്നെ വേർപെട്ട് ഇരിക്കുന്ന പരുവാകുമ്പോഴത്തേന് വാങ്ങിയെടുത്ത് വെക്കുക. വെച്ചതിന് ശേഷം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഭാഗം, അല്ലെങ്കിൽ പിന്നെ ചെറിയ സവാളയാണെങ്കിൽ ഒരു സവാള എടുക്കുക. പിന്നെ ഇച്ചിരി ഒരു 2 തണ്ട് കറിവേപ്പില എടുക്കുക. പിന്നെ ഒരു തക്കാളി എടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിന്, വെളുത്തുള്ളി ഒരു 5-6 പീസും ഇഞ്ചി ഒരു ചെറിയതുണ്ടും, ഇത് ഇത്രയും ഇട്ട് അരച്ച് എടുത്ത് വെക്കുക. പേസ്റ്റ് പരുവത്തിലാക്കി അരച്ച് വെക്കുക. പിന്നെ അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് ഈ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മിക്സിയുടെ പേസ്റ്റിനകത്ത് ചേർത്ത് നന്നായിട്ട് അതൊന്ന് ആ പച്ചമണം മാറുന്ന ഒരു വായി വരുമ്പോഴത്തേന് അതിനകത്ത് ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് നമ്മൾ ഈ വറ്റിച്ച് വെച്ചിരിക്കുന്ന കൊഞ്ച് ഇതിലേക്ക് ഇടണം. ഞാൻ വേറെ ഒരു മസാലകളും ചേർത്തിട്ടില്ല, അതായത് പൊടികൾ ഇതിന് ശേഷം ഇട്ടിട്ടില്ല. ഈ കൊഞ്ച് ഇട്ടതിന് ശേഷം ഇതിനകത്ത് വന്ന ആ മസാല ഉണ്ടല്ലോ, വറ്റിയ മസാല, ആ മസാല ഇതിനകത്ത് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പിന്നെ നന്നായിട്ട് വറ്റി വരണ്ട് കുറുക്കി വന്നതിന് ശേഷം ഇതിനകത്തോട്ട് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. ഇതിന് വേറൊരു കറിയും വേണ്ട. നല്ല കുറുക്കി പേസ്റ്റ് പരുവത്തിൽ വരുമ്പോൾ മാത്രമേ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതിന് ശേഷം നമുക്ക് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്ത് കഴിക്കാം. ഇത് ഗൾഫിൽ നിൽക്കുന്നവർക്കും, ഗൾഫിൽ മാത്രമല്ല അല്ലാതെ ജോലി എടുക്കുന്നവർക്കും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അതങ്ങോട്ട് വറ്റിച്ച് വെച്ചതിന് ശേഷം പേസ്റ്റാക്കി എടുക്കുന്ന താമസമേ ഉള്ളൂ. പിന്നെ അത് കടുക് പൊട്ടിച്ച് അതിനകത്തോട്ട് ആ പേസ്റ്റും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് സ്വാദും അന്യ സ്വാദാണ്. ഇതെന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും എന്നുള്ളതിൽ ഞാൻ ഗ്യാരണ്ടി. സൈഡിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. അടുക്കുന്നില്ല കാണിക്കട്ടെ. My piece. Itu ഞാൻ മൊത്തത്തിൽ വൃത്തിയാവുന്നില്ലെങ്കിൽ ഞാൻ അമ്മയെ കൂടെ ഇടിപ്പിക്കാം. മോനെ വറക്കാതെ വിടും. ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഹായ് ഹലോ, ഇതെനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു കൊഞ്ച് കറിയാണ്. ഇത് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി. അത്രയ്ക്ക് ടേസ്റ്റാണിത്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അതുപോലെ തന്നെ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കയറി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. വീഡിയോ താങ്ക് യു. അമ്മ കറി എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ? നീയാക്കണ്ട പറയാനുള്ള. സൂപ്പറായിരുന്നു. ഒന്നുകൂടെ കാണിച്ച്. അയ്യോ അതെന്താ മറ്റേ